നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ചില കാര്യങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് നിങ്ങളെ ഇത്രയധികം അലട്ടുന്നത്? അല്ലെങ്കിൽ നിങ്ങളറിയാതെ തന്നെ ചില സന്ദർഭങ്ങളിൽ എന്തിനാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്? ശരി, നമുക്കിതിൻ്റെ എല്ലാം ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. ഇതിൻ്റെയൊക്കെ ഉത്തരം വെറും യാദൃശ്ചികമല്ല. അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സൈക്കോളജിക്കൽ പാറ്റേണുകളാണ്. നമ്മൾ അറിയാതെ പോലും ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്നതിലും ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ടാകാം. ഈയൊരു വിശകലനം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത നിങ്ങളുടെ തന്നെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ എന്തിനാണിങ്ങനെ ചിന്തിക്കുന്നതെന്നും ഇങ്ങനെ ഫീൽ ചെയ്യുന്നതെന്നും എന്തിനാണിങ്ങനെ പെരുമാറുന്നതെന്നും ഒരു വ്യക്തത കിട്ടും. അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം അല്ലേ? നമുക്ക് വളരെ ലളിതമായ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിലെ പെരുമാറ്റങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങൾ ശാന്തമായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ? അതോ ഒരു നിമിഷം നിശബ്ദമാകുമ്പോഴേക്കും ഫോൺ എടുക്കുകയോ പാട്ട് വെക്കുകയോ ചെയ്ത് ആ നിശബ്ദതയെ മറികടക്കാൻ ശ്രമിക്കുന്ന ആളാണോ? ഒരുപക്ഷേ ആ നിശബ്ദതയിൽ നിന്ന് ഓടിയൊളിക്കാനുള്ള ശ്രമം സത്യത്തിൽ നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളിൽ നിന്ന് തന്നെ ഓടിയൊളിക്കാനുള്ള ശ്രമമായിരിക്കാം. ശാന്തമായ നിമിഷങ്ങളെ നമ്മുടെ തലച്ചോർ ഒരു ഭീഷണിയായി കാണുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അത്രയുള്ളൂ. സ്ലോ ഇന്റർനെറ്റ്, അല്ലെങ്കിൽ ഒരു നീണ്ട ക്യൂ, അതുമല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ പതുക്കെ നടന്നു പോകുന്ന ഒരാൾ, ഇതൊക്കെ വളരെ സാധാരണമായ കാര്യങ്ങളല്ലേ? പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ ആ ദേഷ്യം ഒരുപക്ഷെ ആ സാഹചര്യത്തോടുള്ളതായിരിക്കില്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഇതിനകം തന്നെയുള്ള ഒരു സ്ട്രെസ്സ്, ആ ചെറിയ അസൗകര്യം കാരണം പുറത്തേക്ക് വരുന്നു, അത്രമാത്രം. നിങ്ങളുടെ റൂം സാധാരണ എങ്ങനെയാണ്? എപ്പോഴും അലങ്കോലപ്പെട്ട് കിടക്കുകയാണോ? അതോ എല്ലാം കൃത്യമായി അടുക്കി പെറുക്കി വെച്ചിരിക്കുകയാണോ? ഈ രണ്ട് ശീലങ്ങൾക്കും നമ്മളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു അലങ്കോലപ്പെട്ട മുറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും അത് മടിയുടെ ലക്ഷണമാണെന്ന്, അല്ലേ? പക്ഷേ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. ചിലപ്പോൾ അത് വളരെ വേഗത്തിൽ ചിന്തിക്കുന്നൊരു മനസ്സിന്റെ പ്രതിഫലനമാകാം. അതുപോലെ തന്നെ അമിതമായ വൃത്തിയും അടുക്കും ചിട്ടയും ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥതകളെയും ടെൻഷനെയും നിയന്ത്രിക്കാനുള്ളൊരു മാർഗവുമാകാം. ഓക്കെ, അപ്പോൾ പുറമേയുള്ള ശീലങ്ങൾ വിട്ട് നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക്, നിങ്ങളുടെ വൈകാരിക ലോകത്തേക്ക് കടന്നു ചെല്ലാം. നിങ്ങളുടെ വികാരങ്ങൾ വെറും തോന്നലുകളല്ല, അവയോരോന്നും നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്നുള്ള സന്ദേശങ്ങളാണ്. നാണക്കേട്, ദുഃഖം, ദേഷ്യം, ഇതിലേതു വികാരത്തെയാണ് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ആ വികാരം, അത് നിങ്ങളുടെ ഏറ്റവും വലിയ മുറിവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഓരോ വികാരവും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓരോ കഥ പറയുന്നുണ്ട്. നിങ്ങളുടെ അനുഭവം ഇതിലേതുമായിട്ടാണ് കൂടുതൽ യോജിച്ചു പോകുന്നത്? ആരെങ്കിലും പറയുന്ന ഒരു ചെറിയ കാര്യം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പ്രശ്നം ആ വാക്കിലല്ല, മറിച്ച് ആ വാക്ക് നിങ്ങളുടെ ഭൂതകാലത്തിലെ മറന്നുപോയ ഏതോ ഒരു അനുഭവത്തെ ഓർമ്മിപ്പിക്കുന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ പണ്ട് അവഗണിക്കപ്പെട്ടതിന്റെ വേദനയാവാം അത്. ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ സാധാരണ എങ്ങനെയാണ് പ്രതികരിക്കാറ്? ചിലർ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ വേണ്ടി വഴക്കിടും. മറ്റു ചിലർ എന്ത് ചെയ്യണമെന്നറിയാതെ നിശ്ചലരായി പോകും. വേറെ ചിലരാണെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് ശാരീരികമായോ മാനസികമായോ അങ്ങ് പിൻവാങ്ങും. അല്ലെങ്കിൽ മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് വിശദീകരിക്കാൻ ശ്രമിക്കും. ഈ ഓരോ പ്രതികരണ രീതിയും ഒരുപക്ഷെ കുട്ടിക്കാലത്ത് നമ്മൾ സ്വയം രക്ഷിക്കാൻ വേണ്ടി പഠിച്ചെടുത്തൊരു വഴിയായിരിക്കാം. ഇനി നമുക്ക് ഇതിലും ആഴത്തിലേക്ക്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോകാം. നിങ്ങളുടെ ഭയങ്ങളെ ഒരു ദൗർബല്യമായി കാണാതെ നിങ്ങൾ ജീവിതത്തിൽ വിലമതിക്കുന്ന കാര്യങ്ങളുടെ ഒരു പ്രതിഫലനമായി കാണാൻ ശ്രമിച്ചാലോ? ഉദാഹരണത്തിന്, പരാജയപ്പെടുമോ എന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ്? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയിക്കാനും വളരാനും നിങ്ങൾ അത്രയധികം ആഗ്രഹിക്കുന്നു എന്ന് തന്നെ. അതൊരു നല്ല കാര്യമല്ലേ? അതുപോലെ മറ്റുള്ളവർ നിങ്ങളെ തള്ളിക്കളയുമോ എന്ന ഭയം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ മനുഷ്യബന്ധങ്ങൾക്ക് ഒരുപാട് വില കൽപ്പിക്കുന്നു എന്നാണ്. മറ്റുള്ളവരുമായി ഒരുമിച്ച് നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉള്ളു തുറന്ന് സംസാരിക്കാൻ ഒരു ഭയമുണ്ടെങ്കിൽ അത് നിങ്ങളൊരു തണുപ്പൻ സ്വഭാവക്കാരനായതുകൊണ്ടൊന്നുമല്ല, മറിച്ച് മുൻകാലങ്ങളിൽ കിട്ടിയ മോശം അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ തലച്ചോറ് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു അതിജീവന മാർഗമാണത്. നമ്മുടെ ബന്ധങ്ങളിൽ സാധാരണയായി രണ്ട് തരം പെരുമാറ്റങ്ങൾ കാണാറുണ്ട്. ഒന്നുകിൽ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മൾ അമിതമായി എല്ലാം ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് അപകടമാണെന്ന് പഠിച്ചതുകൊണ്ട് ആരിൽ നിന്നും ഒരു സഹായവും സ്വീകരിക്കാതിരിക്കും. ഈ രണ്ട് പെരുമാറ്റങ്ങളും നമ്മൾ പഠിച്ചെടുത്ത പാഠങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ മനഃശാസ്ത്രപരമായ പാറ്റേണുകളെല്ലാം കൂടി ഒന്ന് ചേർത്തു വയ്ക്കുമ്പോൾ അത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ കഥയായി മാറുകയാണ്. ഇത് വളരെ മനോഹരമായ ഒരു ആശയമാണ്, അല്ലേ? നിങ്ങളുടെ വ്യക്തിത്വം എന്നത് നിങ്ങളുടെ ശീലങ്ങളിലും ഭയങ്ങളിലും പ്രതികരണങ്ങളിലുമെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു.
ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു രഹസ്യമല്ല, വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കഥയാണ്. ഈ അറിവ് നിങ്ങൾക്ക് പുതിയൊരു ശക്തിയാണ് തരുന്നത്. കാരണം നിങ്ങളുടെ കഥയിലെ അടുത്ത പേജ് എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവസരം ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം കഥയെക്കുറിച്ച് പുതിയ എന്തെങ്കിലും ഉൾക്കാഴ്ച കിട്ടിയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ആഴത്തിലുള്ള വിശകലനങ്ങൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.